ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ന്യൂ SCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 5th സ്റ്റാൻഡേർഡിൻ്റെ 5ാമത്തെ ചാപ്റ്റർ കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്താണ്. നമുക്ക് ISRO ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാവുന്നൊരു ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നക്ഷത്രങ്ങളെയും അവയുടെ വലിപ്പത്തെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കും. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ്. ആൽഫ സെൻട്രോയി എക്ക് 16 ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ 1ഉം 3ഉമാണ്. അതായത് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ്. എന്നാൽ ആൽഫ സെൻട്രി എക്ക് 16 ലക്ഷം സൂര്യന്മാരെ അല്ല, ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമാണുള്ളത്. അതുപോലെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ 1ഉം 3ഉമാണ്. പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? വാതക ഗോളങ്ങളിൽ നിന്നാണ് നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നത്. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ഓറിയോൺ നക്ഷത്രഗണത്തെ കാണാം. ഭൂമിയേക്കാൾ 50 മടങ്ങ് വലുപ്പമാണ് ചന്ദ്രനുള്ളത്. ഇതിനായിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് 3 മാത്രമാണ്. കാരണം 50 ചന്ദ്രനെ ഉൾക്കൊള്ളാൻ വലുപ്പമാണ് എന്ത്? ഭൂമിക്കുള്ളത്. അല്ലാതെ ഭൂമിയുടെ 50 മടങ്ങ് വലുപ്പമല്ല ചന്ദ്രനുള്ളത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അമേരിക്ക, റഷ്യ, ജപ്പാൻ, യൂറോപ്പ്, കാനഡ എന്നീ 5 രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണിത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 420 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു ദിവസം ഇത് 16 തവണ ഭൂമിയെ വലം വയ്ക്കുന്നു. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരിയെന്ന് നോക്കാം. ആൻസർ നോക്കാം. അമേരിക്കയുടെ നാസ, അതുപോലെ റഷ്യയുടെ റോസ്കോസ്മൺ, ജപ്പാൻ്റെ ജാക്സ്, യൂറോപ്പിൻ്റെ ESA, അതുപോലെ കാനഡയുടെ CSA എന്നീ 5 രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്ത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, അതായത് ISS എന്ന് പറയുന്നത്. അതുപോലെ ഭൂമിയിൽ നിന്നും ഏകദേശം 420 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല 92.68 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഭൂമിയെ വലം വയ്ക്കുന്നു. അതുകൊണ്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ 16 തവണ ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 പോയിൻറ്സും എന്താണ്? ശരിയാണ്. നിലയങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കാം. ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയമാണ് സല്യൂട്ട് 1. സ്കൈലാബ് അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ നിലയമാണ്. ചൈനയുടെ ഏറ്റവും പുതിയ ബഹിരാകാശ നിലയമാണ് ടിയാൻഗോങ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഈ പറഞ്ഞ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയമായിട്ടുള്ള സല്യൂട്ട് 1 വന്നത് എന്നാണ്? 1971 ഏപ്രിൽ 19 എന്ത്? സല്യൂട്ട് 1 വരുന്നത്. അത് ശരിയാണ്. അതുപോലെ സ്കൈലാബ് അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ നിലയമാണ്. അത് 1973 നിലവിൽ വരുന്നത്. നാസ വിക്ഷേപിച്ചിരിക്കുന്നത്. അതുപോലെ ചൈനയുടെ ഏറ്റവും പുതിയ ബഹിരാകാശ നിലയവുമാണ് എന്ത്? ടിയാൻഗോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും അല്ലെങ്കിൽ ഈ പ്രസ്താവനകളും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ബഹിരാകാശ സഞ്ചാരികളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് എന്ത്? കൽപ്പന ചൗള. ഈ 3 ഓപ്ഷൻസും എന്താണ്? ജോഡികളും എന്താണ്? ശരിയാണ്. ബഹിരാകാശ സവിശേഷതകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ബഹിരാകാശത്ത് വായുവിൻ്റെ സാന്നിധ്യമില്ല. അതെന്താണ്? ശരിയാണ്. അതുപോലെ ബഹിരാകാശത്ത് അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്നില്ല. അതും ശരിയാണ്. ബഹിരാകാശത്ത് ഗുരുത്വാകർഷണം വളരെ കൂടുതലാണ്. ഗുരുത്വാകർഷണം ബഹിരാകാശത്ത് ഇല്ല. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. രാകേഷ് ശർമ്മയെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അദ്ദേഹം 1984 ഏപ്രിൽ 2 ബഹിരാകാശത്ത് എത്തുന്നത്. അതും ശരിയാണ്. അതുപോലെ അദ്ദേഹം യാത്ര ചെയ്ത ബഹിരാകാശ വാഹനം ഏതാണ്? സോയുസ് T-11 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയത്തിലാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും എന്താണ്? ശരിയാണ്. ബഹിരാകാശ നിലയങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സല്യൂട്ട് 1 ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. അതുപോലെ അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ നിലയമായ സ്കൈലാബ് 1973 വിക്ഷേപിച്ചത്. റഷ്യയുടെ മിർ ബഹിരാകാശ നിലയം ആദ്യത്തെ മോഡുലാർ ബഹിരാകാശ നിലയം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെയാണ്? സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് ഏത്? സല്യൂട്ട് 1 എന്ന് പറയുന്നത്. അതുപോലെ അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ നിലയവും സ്കൈലാബാണ്. അത് 1973 വിക്ഷേപിച്ചത്.
റഷ്യയുടെ മിർ ബഹിരാകാശ നിലയം പറയുന്നത് ആദ്യം സോവിയറ്റ് യൂണിയൻ്റേതായിരുന്നു, പിന്നീടാണത് റഷ്യയുടേതായത്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൂമിയിൽ നിന്നും ഏകദേശം 420 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു ദിവസം ഇത് 16 തവണ ഭൂമിയെ വലം വയ്ക്കുന്നു. ഏകദേശം 92.68 മീറ്ററുള്ളിൽ ഭൂമിയെ ഒരു തവണ ചുറ്റി വരുന്നു. ഈ പറഞ്ഞ 3 ഓപ്ഷൻസും എന്താണ്, ശരിയാണ്. 420 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 92.68 മിനിറ്റിനുള്ളിൽ ഭൂമിയെ ഒരു തവണ ചുറ്റി വരുന്നത് കൊണ്ട് ഒരു ദിവസം തന്നെ എന്ത് ചെയ്യുന്നു, 16 തവണ ഭൂമിയെ വലം വയ്ക്കുന്നു. ബഹിരാകാശ യാത്രികരുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ലോകത്തിലെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി റഷ്യക്കാരിയായ വാലന്റീന തെരഷ്കോവയാണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ 1984 ഏപ്രിൽ 2-നാണ് എന്ത് ചെയ്തത്, ബഹിരാകാശത്തെത്തിയത്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചാവ്ല. ഈ 3 പ്രസ്താവനകൾ എന്താണ്, ശരിയായിട്ടുള്ളതാണ്. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ്. ഗ്രഹങ്ങൾ സ്വന്തമായി പ്രകാശിക്കുന്നില്ല, പകരം സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രഹങ്ങൾ മിന്നുന്നതായി കാണപ്പെടുന്നു. ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് തെറ്റ്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രഹങ്ങൾ മിന്നുന്നതായി കാണപ്പെടുന്നില്ല. ആ ഒരു ഓപ്ഷനാണ് എന്ത്, തെറ്റായിട്ട് വരുന്നത്. ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന ജോഡികളിൽ ശരിയായത് ഏതെല്ലാം? എജുസാറ്റ് അതായത് GSAT-3 വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് വിക്ഷേപിച്ചു. ആസ്ട്രോസ്റ്റാറ്റ് ജ്യോതിശാസ്ത്ര പഠനത്തിനായി മാത്രം വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം. GSAT-7 പൂർണ്ണമായും സൈനിക ആവശ്യത്തിനായി ISRO നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം. ഈ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് ശരി? ഈ 3 എണ്ണവും ശരിയാണ്. എന്തൊക്കെയാണ്? എജുസാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അതുപോലെ ആസ്ട്രോസ്റ്റാറ്റ് ജ്യോതിശാസ്ത്ര പഠനത്തിനായിട്ടും GSAT-7 പൂർണ്ണമായും സൈനിക ആവശ്യത്തിനായിട്ടാണ് ISRO നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഉപഗ്രഹങ്ങളെയും അവയുടെ ദൗത്യങ്ങളെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഉപഗ്രഹമാണിത്, GSAT-3 അല്ലെങ്കിൽ എജുസാറ്റ് എന്ന് പറയുന്നത്. ജ്യോതിശാസ്ത്ര പഠനത്തിന് മാത്രമായി വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണിത്, ആസ്ട്രോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അതിൽ കാർട്ടോസ്റ്റാറ്റ് 2 എന്നത് ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹ ശ്രേണിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും എന്താണ്, ശരിയാണ്. നാവിഗേഷൻ സംവിധാനങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? GPS അമേരിക്കൻ സൈന്യം വികസിപ്പിച്ചെടുത്തൊരു നാവിഗേഷൻ സംവിധാനമാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പ്രാദേശിക നാവിഗേഷൻ സംവിധാനമാണ് IRNSS അഥവാ നാവിക് എന്ന് പറഞ്ഞാൽ. നാവിക് സംവിധാനം 7 ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ 3 പ്രസ്താവനകളും ശരിയാണ്. അമേരിക്കയുടേതാണ് ഇത് GPS, അതുപോലെ ഇന്ത്യയുടേതാവുമ്പം IRNSS, ഇനി അല്ലെങ്കിൽ നാവിക് എന്ന് പറയും. ഈ നാവിക് എന്ന് പറഞ്ഞാൽ 7 ഉപഗ്രഹങ്ങളുടെ കൂട്ടായ്മയാണ്. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സേവനങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന ജോഡികളിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം? ഇൻസാറ്റ് വാർത്താവിനിമയം, ആസ്ട്രോസ്റ്റാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, GSAT-7 പ്രതിരോധം അതായത് സൈനിക ആവശ്യങ്ങൾ. ഇൻസാറ്റ് എന്ന് പറയുന്നത് വാർത്താവിനിമയത്തിനും, അതുപോലെ ആസ്ട്രോസ്റ്റാറ്റ് ജ്യോതിശാസ്ത്ര പഠനത്തിനും, GSAT-3 അല്ലെങ്കിൽ എജുസാറ്റ് ആണ് എന്ത്, വിദ്യാഭ്യാസ ആവശ്യത്തിന്. ഇത് GSAT-7 ആണ് ഇത് പ്രതിരോധ അല്ലെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും ശരിയാണ്. ISROയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരിയായത്? ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-നാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരു ആണ്. ISROയുടെ സ്ഥാപക ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഈ പറഞ്ഞ 3 ഓപ്ഷൻസും കറക്റ്റാണ്. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-ന്. അതുപോലെ ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് ബംഗളൂരു ആണ്. ISRO സ്ഥാപക ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ IRNSS-നെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. നാവിക് എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ഇത് 7 ഉപഗ്രഹങ്ങൾ അടങ്ങുന്നൊരു കൂട്ടമാണ്. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ 3 ഓപ്ഷൻസും എന്താണ്, ശരിയാണ്. അതായത് നാവിക് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. 7 ഉപഗ്രഹങ്ങൾ അടങ്ങുന്നൊരു കൂട്ടമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഉപഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ നിലയങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? സല്യൂട്ട് 1 ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സോവിയറ്റ് യൂണിയൻ്റേതാണ്. അതുപോലെ
സ്കൈലാബ് അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ നിലയം, ടിയാങ്കോങ് ചൈനയുടെ ബഹിരാകാശ നിലയം. ഈ മൂന്ന് നമ്മൾ മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. റിപ്പീറ്റ് വരുന്നതുകൊണ്ട് നമുക്കൊന്നും തോന്നണ്ട, കാരണം റിപ്പീറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തറവായിക്കോളും. അപ്പോൾ ഈ 3 ഓപ്ഷൻസും എന്താണ്? ശരിയാണ്. താഴെ പറയുന്ന ഉപഗ്രഹങ്ങളും അവയുടെ പ്രധാന ദൗത്യങ്ങളും ശരിയായ ജോഡി ചേർക്കുക. എഡ്യൂസാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാണ്. ആസ്ട്രോസ്റ്റാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. കാർട്ടോസ്റ്റാറ്റ് റിമോട്ട് സെൻസിങ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഭൂപട നിർമ്മാണത്തിനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 ഓപ്ഷൻസും ശരിയാണ്. ബഹിരാകാശ വാരത്തെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. 1957 ഒക്ടോബർ 4-നാണ് സ്പുട്നിക് 1, അതായത് സോവിയറ്റ് യൂണിയൻ്റെ സ്പുട്നിക് 1 വിക്ഷേപിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ഇതെന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത്. 1967 ഒക്ടോബർ 10-ന് നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഓർമ്മയും ഈ ആചരണത്തിന് പിന്നിലുണ്ട്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. അതിനുള്ള റീസൺ 1957 ഒക്ടോബർ 4-നാണ് സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. ആ ഒക്ടോബർ 4-ഉം 1967 ഒക്ടോബർ 10-ന് നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസ് 3ഉം എന്താണ്, ശരിയാണ്. ഇപ്പോൾ ഇതിൽ പറയുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മറക്കാതെ പഠിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്തെ തുമ്പ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC 1963 നവംബർ 21-നാണ് സ്ഥാപിതമായത്. ഇതിൽ തെറ്റായ പ്രസ്താവന ഒന്നുമില്ല. കാരണം എന്താണ്, ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്തെ തുമ്പയാണ്. അതുപോലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ നിലവിൽ വന്നത് 1963 നവംബർ 21-നാണ്. ഇനി ISRO നിലവിൽ വന്നത് എന്നാണ്, 1969-നാണ്. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം 3.84 ലക്ഷം കിലോമീറ്ററാണ്. അതുപോലെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. ഈ പറഞ്ഞ 3 ഓപ്ഷൻസും എന്താണ്, ശരിയാണ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ആദ്യ ദൗത്യമാണിത്, ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻസ് 3ഉം എന്താണ്, കറക്റ്റാണ്. ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22-നും ചന്ദ്രയാൻ 2 2019 ജൂലൈ 22-ഉം അതുപോലെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ആദ്യ ദൗത്യം എന്ന് പറയുന്നതും ചന്ദ്രയാൻ 3 ആണ്. ഈ പറഞ്ഞ ഡേറ്റുകളൊക്കെ എന്ത് ചെയ്യുക, മറക്കാതെ പഠിക്കാൻ ശ്രമിക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. 2008 ഒക്ടോബർ 22, സെക്കൻഡ് ആണെങ്കിൽ 2019 ജൂലൈ 22. മംഗൾയാൻ ദൗത്യത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏത്? 2013 നവംബർ 5-നാണ് ഇന്ത്യ മംഗൾയാൻ വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ അന്തർഗ്രഹ ദൗത്യമാണിത്. 2014 സെപ്റ്റംബർ 24 മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. മംഗൾയാൻ വിക്ഷേപിച്ച റോക്കറ്റ് GSLV Mk3 ആണ്. ഇതിനകത്ത് ഓപ്ഷൻ തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ 2013 നവംബർ 15-നാണ് ഇന്ത്യ മംഗൾയാൻ വിക്ഷേപിച്ചത്. 2013 നവംബർ 5-ന് ഇന്ത്യയുടെ ആദ്യത്തെ അന്തർഗ്രഹ ദൗത്യവും ഏതാണ്, മംഗൾയാനാണ്. 2014 സെപ്റ്റംബർ 24-ലാണ് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നത്. വിക്ഷേപിച്ചത് 2013 നവംബർ 5-നാണെങ്കിലും 2014 സെപ്റ്റംബർ 24-ലാണ് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നത്. ഇനി മംഗൾയാൻ വിക്ഷേപിച്ച റോക്കറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതായിരിക്കുന്നതല്ല. ആ റോക്കറ്റ് PSLV XL എന്നുള്ളതാണ്.